ഇന്നിവിടെ തയ്യാറാക്കുന്നത് കുടുക്കാച്ചി ബിരിയാണിയാണ്. അതിന് നല്ലൊരു ബിരിയാണി ചെമ്പ് സ്റ്റൈലിൽ മൺകലം കിട്ടിയിട്ടുണ്ട്. അതിന് ലൈറ്റായിട്ടൊന്ന് മയക്കാൻ പോവാണ്. പച്ചവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് മയങ്ങി വരുന്ന പറഞ്ഞു. നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. വലിയുള്ളി, കറിവേപ്പില, മല്ലിയില, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടി നന്നായിട്ട് എണ്ണയിൽ വഴച്ചെടുക്കും. വലിയുള്ളിയും ഇതൊക്കെ നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് പിന്നീട് വഴറ്റിയെടുക്കും. ചിക്കൻ അങ്ങനെ വല്ലാതെ കരിഞ്ഞ് പോവാത്ത വിധത്തിൽ വേണം വറുത്തെടുക്കാൻ. ചോറിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരറ്റും ബീൻസും ബീൻസും നമ്മൾ കുഞ്ഞില്ല ബീൻസ് കഴിച്ചാൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. കച്ചി ബിരിയാണിക്കുള്ള ഒക്കെ ഇവിടെ മയങ്ങിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നെയ്യൊക്കെ ചേർത്ത് ആവശ്യത്തിന് നെയ്യൊക്കെ ചേർത്ത് ഒന്നുകൂടി വരയ്ക്കും. എന്താ അടിപൊളിയുള്ള റൈസ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചു. സെറ്റാക്കാൻ പോകണം. അതിൻ്റെ മുകളിൽ പിന്നെ കുറച്ച് റൈസ് അതിൻ്റെ മുകളിൽ ഒരു ലെയർ നമ്മൾ വറുത്ത് മസാലയൊക്കെ ചേർത്ത് വെച്ച ചിക്കൻ, ഒരു ലെയർ ചിക്കൻ്റെ അകത്തേക്ക് വീണ്ടും റൈസൊക്കെ ഫില്ല് ചെയ്യും. അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ്, ഏലക്കായ, മുന്തിരി, കറുവപ്പട്ടയൊക്കെ എണ്ണയിൽ വറുത്ത് കോരിയത് ഇടും. അതിൻ്റെ മുകളിൽ വീണ്ടും ചിക്കൻ കോരി വയ്ക്കുക. നന്നായിട്ടിടാം. സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ്. എന്താ ഭംഗി കാണാൻ. അങ്ങനെ നമ്മുടെ കുടുക്കാച്ചി ബിരിയാണി റെഡി ആയിരിക്കുന്നു. അങ്ങനെ നമ്മൾ കുടുക്കാച്ചി ബിരിയാണിയിൽ ദമ്മിട്ട് കണ്ടോ, കനലൊക്കെ കോരി ചിരട്ടക്കരി ഒക്കെ കോരി ദമ്മിട്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കാൻ ഇത്ര ബുദ്ധിമുട്ടില്ല, കനലുണ്ടാക്കാനാണ് ബുദ്ധിമുട്ട്. കുറച്ച് 5 മിനിറ്റ് നമ്മളെല്ലാം വേവിച്ച കാരണം കൊണ്ട് വളരെ കുറച്ച് നേരം നമുക്ക് ദമ്മിൽ വെച്ചിട്ട് ഓഫ് ചെയ്ത് ഓക്കെ. രാവിലത്തെ സൂര്യവെളിച്ചം നമ്മുടെ ബിരിയാണി വരെ എത്തിച്ച് നോക്കാൻ മതി. കണ്ടോ, അടിപൊളിയായിട്ട് നമ്മുടെ കുടുക്കാച്ചി ബിരിയാണി റെഡി ആയിരിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.